എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഏർലി മോർണിംഗ് ആണ്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു 2 days ട്രിപ്പ് പരിപാടീസാണ് പ്ലാൻ ചെയ്യുന്നത്. ട്രിപ്പും ബാക്കിയുള്ള പരിപാടികളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ പതിയെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ സെറ്റായി റെഡിയായി. നമ്മുടെ ബൈക്കുകൾ രണ്ടും ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ ട്രിപ്പ് പോയി കന്യാകുമാരിക്കാണ് ട്രിപ്പ് നമ്മൾ വിടുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. പിന്നെ ഈ സീരീസിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മിസ്സാകാനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ബാക്കിയുള്ള ടീം നമ്മളിവിടെ സെറ്റ് ആവുകയാണ്. നമ്മുടെ ബൈക്ക് ഇതേവരെ റെഡായിട്ടുണ്ട്. അവിടെ പോളിയേട്ടനെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ ടെൻറ്റ് ലൈഫിനകത്ത് പോളിയേട്ടനും ഉണ്ടായിരുന്നു. പോളിയേട്ടനെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ കണ്ണൻ ചേട്ടൻ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉപദ്രവിച്ചേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കണ്ണൻ ചേട്ടനും ബൈക്ക് ഇവിടെ എല്ലാ പരിപാടിയും സെറ്റായി, പോളിയേട്ടനും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ യാത്ര തിരിക്കാം. അപ്പം ടെൻറ്റ് ലൈഫിൻ്റെ വീഡിയോസ് ഞാൻ അടിയിലിട്ടിരിക്കാം. അതിനകത്ത് പോളിയേട്ടനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും പരിപാടിയെല്ലാം കാണാം. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ റെഡിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് അത്യാവശ്യം മുന്നോട്ട് വന്ന് നമ്മളിപ്പം പത്തനംതിട്ട അടുക്കുന്നു. നമുക്കറിയാം ഒരു ബൈക്ക് യാത്ര പോകുമ്പോഴത്തേക്ക് അത് എത്രമാത്രം സേഫ്റ്റി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ റിസ്ക് നമുക്ക് യാത്ര പോകാനുള്ളത് ബൈക്കാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ലോങ് റൂട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 250 കിലോമീറ്റേഴ്സോളം ഒരു 6 മണിക്കൂർ മിച്ചം നമുക്ക് റൈഡുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് നിർത്തിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം ചെറിയ രീതിയിൽ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ മുന്നോട്ട് നമ്മൾ യാത്രയ്ക്കിടെ നമുക്ക് കാണാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഗ്യാപ്പ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഫ്രഷായി നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ടൗണിലേക്ക് നമ്മൾ എത്തി. അത് കാണുന്ന പെട്രോൾ പമ്പാണ്. നമ്മൾ ബുള്ളറ്റ് എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മുടെ കുട്ടനിൽ പെട്രോൾ അടിച്ച് നമ്മൾ ഇവിടെ നിന്നായിരുന്നു. നമ്മൾ ഫുൾ ടാങ്ക് ആദ്യം ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഹെൽമെറ്റ് വെച്ചാൽ മുടിച്ചിട്ട് അലങ്കോലമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം കന്യാകുമാരിക്കുള്ള പോക്കിൽ നമ്മൾ അടൂർ ഭാഗം എത്താറായി. അപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു ടീ ബ്രേക്കിന് എടുത്തേക്കുമാണ്. ഇപ്പം നമ്മളൊരു സമയം 7 മണി അടുത്താകുന്നു. അടൂർക്ക് ഇനി ഇവിടുന്ന് കുറച്ചുണ്ട്. അടൂർ, കൊട്ടാരക്കര, അങ്ങനെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ വന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുല്ലൂർ മൂവാറ്റുപുഴയുടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ റോഡ് പണി മോശമായതുകൊണ്ട് നമ്മൾ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം കയറി. നമ്മൾ മണിവരയിൽ നിന്ന് ചുങ്കപ്പാറ വന്നു. അവിടുന്ന് കോഴഞ്ചേരി, പിന്നെ പത്തനംതിട്ട ടൗൺ ടച്ച് ചെയ്ത് അവിടുന്ന് അടൂർക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയോരത്ത് നമ്മൾ ചെറിയൊരു ടീ ബ്രേക്കിന് പരിപാടി നമ്മൾ സെറ്റാക്കിയേക്കുവാണ്. നമ്മളിപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രേക്ക് ഇടയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ്ലി അങ്ങ് ഇരുന്ന് യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് പതുക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ബ്രേക്ക് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കിളിമാനൂർ നമുക്കൊരു ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു വഴിയോരക്കട എന്ന് പറഞ്ഞിട്ടൊരു കട കാണാം. അത്യാവശ്യം എല്ലാ ഫുഡ് ബ്ലോഗേഴ്സും തിരുവനന്തപുരം റേഞ്ച് വരുമ്പോഴത്തേക്ക് ചെയ്തിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവിടെയാണ് നമ്മൾ അടുത്ത ബ്രേക്ക് ഉദ്ദേശിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ കയറിയേക്കുവാണ്. നമ്മൾ ഹൈവേ കയറി അങ്ങ് പറന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കട. നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കത്തെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരം അടുത്ത് ഫുഡ് ബ്ലോഗുകൾ നോക്കിയപ്പോൾ വഴിയോര കടയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കണ്ടു. അത്യാവശ്യം കുറേ പേര് ഇവിടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കയറി നോക്കിയിട്ട് കുറച്ച് കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ഫാമിലി റൂം 4 ആണ്. ഇതുണ്ട്, ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇവർ ഇത് മേക്ക് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ പല രീതിയിലുള്ള റൂമുകളായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇവിടെ ഫുഡെല്ലാം പരിപാടിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ യാത്ര ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ ബ്ലോഗേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഫുഡ് ബ്ലോഗേഴ്സിനാണ് താങ്ക്സ് ചേട്ടന്മാരെ. കാരണം അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നല്ലൊരു ഫുഡ് പരിപാടിയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് വെച്ചു, പൊറോട്ട കഴിച്ചു. മലയാളികളുടെ സാധനം പൊറോട്ട കഴിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഒറ്റയടിക്ക് പൊറോട്ട ഭയങ്കരമായിട്ട് ഒരു ഓർഡർ, ഒരു 250 ഓർഡർ ഒറ്റയടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഇവിടെ 3 പൊറോട്ട അടിക്കാറുണ്ട്. ഒരു അരമണിക്കൂറടുത്ത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ഇവിടെ കഴിച്ച് കഴിഞ്ഞെല്ലാം ചെയ്തു. നമുക്ക് വാഴയിലായിരുന്നു കുക്കിങ്ങിന് വേണ്ടി. നമ്മൾ ബാക്കി റെസിപ്പി പരിപാടിയൊക്കെ ചെറിയ രീതിയിൽ പൈസ കിട്ടി. അപ്പോൾ നമ്മൾ എന്നിട്ട് ബാക്കി നമ്മുടെ കന്യാകുമാരി യാത്ര പോകുന്നു. ഇപ്പം അത്യാവശ്യം ഒരു 9 മണി റേഞ്ചിലായിട്ടുണ്ടായതുകൊണ്ട് ടൗണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആവും. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു കുറച്ച് ഇതേ ഉള്ളൂ, 1/2 മണിക്കൂർ ട്രാവലിംഗ് കാണുള്ളൂ.
നമ്മൾ ടൗണിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷായിട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ തിരുവനന്തപുരം ടൗണിലേക്ക് പോകാം. അപ്പം നമ്മൾ തിരുവനന്തപുരം ടൗണിലേക്ക് അടുക്കാറാകുന്നു. നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിൽ നല്ല തിരക്കുകൾ നമുക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട് തിരുവനന്തപുരം ടൗണിൻ്റെ. ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസമായതുകൊണ്ട് നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ പിന്നെ പല വെക്കേഷനായിട്ട് റിലേറ്റീവ്സിൻ്റെയും അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് കാണാമായിരുന്നു തിരുവനന്തപുരത്തിലേക്കൊക്കെ ഉള്ള. നമ്മുടെ വണ്ടികൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. 2 വണ്ടി നമ്മുടെ പുറകെ ഉണ്ട്. കണ്ണഞ്ചേട്ടനും പിന്നെ ഷാറൂണും പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ ഈ കന്യാകുമാരി ട്രിപ്പ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ കുറേ കൂട്ടുകാരുമായിട്ട് നമ്മൾ തിരുവനന്തപുരം കോവളം ശംഖുമുഖം അങ്ങനെ രീതിയിൽ നമ്മളൊരു ട്രിപ്പ് പോയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരാൻ നേരത്താണ് നമ്മൾ ഓൺലൈൻ നോട്ടിഫിക്കേഷൻ കണ്ടത്, സോഷ്യൽ മീഡിയയിൽ നോട്ടിഫിക്കേഷൻ കണ്ടത് കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ തിരുവനന്തപുരം ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ടൗണിലേക്ക് കയറുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ബ്ലോക്കാണ്. അത്യാവശ്യം തിരക്ക് പരിപാടിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊന്നും അല്ല തിരക്ക്. അപ്പം നമ്മൾ അപ്പോൾ നമ്മളിത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പം നമുക്കിവിടെ റോഡ് വീതി കൂട്ടുകയാണ്. അപ്പം ചെറിയ റോഡായിരുന്നു. ഇപ്പം സൈഡുകൾ മണ്ണൊക്കെ മാന്തി ചെറിയ റബ്ബറൈസ്ഡ് ടാറിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ട് ടാറിങ് ചിലയിടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ടാറിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമുക്കിപ്പം ഈ ഏരിയകളിൽ നമുക്ക് പണി നടക്കുവാണ്. അപ്പോൾ നമ്മളിത് പാറശാല റൂട്ടിൽ കയറിയാണ് തമിഴ്നാട് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിൻ്റെ ഏരിയയിലാണിത്. ഇവിടെ മുഴുവൻ അത്യാവശ്യം ഒരു സൈഡ് ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇടങ്ങളിൽ അത്യാവശ്യം മക്കെന്ന് പറയും, മീൻസ് പാറയുടെ വേസ്റ്റാണ്, അതിട്ടാണ് ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്താണല്ലോ ടാറിങ്ങും പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചില ഇടങ്ങളിൽ ഇട്ടേക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റോഡിൽ പൊടിയും പരിപാടിയൊക്കെ ഉണ്ട്, വണ്ടിയുടെ തിരക്കും നമുക്ക് കാണാം. അപ്പോൾ അത്യാവശ്യം പിന്നെ ടാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള റോഡാണ്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാറിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നടുക്ക് ഭാഗങ്ങളിൽ കുറച്ച് വർക്കുകൾ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്. സൈഡുകളിലെ വർക്ക്, ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ നമുക്ക് ജാറുകൾ, ജീപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. മണ്ണാണെങ്കിലും റോഡ് സൈഡുകളിലൊക്കെ നടുക്കൊക്കെ ചെടിയൊക്കെ പ്ലാന്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേണ്ട ഒരു ചേട്ടൻ വന്നു. അപ്പം അങ്ങനെ പല ആളുകളും വണ്ടി വരുമ്പോഴത്തേക്ക് ചിലവർ നിൽക്കും, ചിലവർ കടന്നു പോകും, അങ്ങനെ പല രീതിയിൽ ഇതുണ്ട്. അപ്പം അതുപോലുള്ള യാത്രകൾ നമ്മൾക്ക് അതുപോലുള്ള ബൈക്കുകൾ പോകുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മളിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് വരുള്ളൂ. അപ്പം നമ്മളതൊക്കെ നോക്കി കണ്ട് പോവുക. അവരുടെയും തെറ്റല്ല, നമ്മുടെയും തെറ്റല്ല. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വലിയ ചെക്കിങ്ങും പരിപാടി അങ്ങനെയുള്ള സീനുകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ഇതിവിടെ പാസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കയറുവാണ്. ഇനി ബോർഡ് എങ്ക പാത്താലും തമിഴ്നാർക്ക് കൂടെ ബോർഡൊക്കെ കാണാം, തമിഴിലൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടൊരു 3-4 കിലോമീറ്ററൊക്കെ തമിഴ്നാട് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഓവർ ബ്രിഡ്ജാണ് കേട്ടോ ഈ മേൽപ്പാലം. ഈ മേൽപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. 2 കിലോമീറ്റർ മിച്ചം ഉണ്ടാവും. അപ്പോൾ ഈ 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ചെന്നിറങ്ങുന്നത് ഇപ്പം നമ്മൾ ചെറിയ ടൗണുകൾ നമുക്ക് അപ്പുറം ഇപ്പുറം ബിൽഡിങ് കാണാൻ പറ്റും. ഈ ചെന്നിറങ്ങുന്ന സ്ഥലം മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാഗർകോവിലെ ടച്ച് ചെയ്യാൻ നമ്മൾ കന്യാകുമാരിക്ക് പോവാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഡീവിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കടൽ അത്യാവശ്യം കടൽ തീര സൈഡ് വഴിയായിട്ടുള്ള വഴികളാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ വഴികളിൽ കൂടെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ സീ റോഡ് സൈഡിൽ കൂടെയുള്ള വഴികൾ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നാച്ചുറലായിട്ട് പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് ടൗൺ ബ്ലോക്ക് ഒഴിഞ്ഞ് നമുക്ക് പോരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മറൈൻ യൂണിവേഴ്സിറ്റി, കന്യാകുമാരിയിലെ മറൈൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസാണ് നമ്മളിത് കാണുന്നത്. നമ്മുടെ ഉള്ളിടം പുറകെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കന്യാകുമാരി എത്താൻ പോവുകയാണ്. നമുക്കിനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ റേഞ്ചിൽ കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഷോർട്ട് കയറി ബീച്ച് റോഡ് സൈഡിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ബീച്ച് റോഡ് സൈഡാണ് ആ കാണുന്നത്. അപ്പോൾ ആ കാണുന്നത് കടലാട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ചെറിയൊരു പാലമാണ്. നമുക്ക് അടിയിൽ കൂടെ ചെറിയ കടൽ രീതിയിലുള്ള ഇതാണ് നമ്മൾ ഒരു ബ്രിഡ്ജോ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി ആകുമ്പോഴത്തേക്ക് വലിയ ബ്ലോക്കും വലിയ ശല്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റ് ഹൗസ് എന്തോ ചെറിയ പണി മെയിൻ്റെനൻസ് വർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവസാനം ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്, ഹോട്ടൽ ഓഷ്യൻ ഹെറിറ്റേജിൽ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിവിടെ എന്നാണ് നേരെ അവിടെ വരുന്ന ആ ഭാഗങ്ങളിൽ നമുക്ക് വരുന്നത് നമ്മുടെ കടലാണ്, കന്യാകുമാരി സീ വരുന്നത്. നമുക്ക് അവസാനം നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ബാൽക്കണിയൊക്കെ ഉള്ള റൂംസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കൂടുതൽ വിശേഷം നമുക്ക് ഹോട്ടലിലോട്ട് കയറിയിട്ട് കാഴ്ചകൾ അതുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറി വന്നതാണ്. കണ്ണച്ചമ്മൻ ഷാറൂൺ അവിടെ കൗണ്ടറിൽ തീക്കി മേടിക്കുന്ന പരിപാടി സംഭവം നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. റൂംസും പരിപാടിയെല്ലാം സെറ്റാണ്. അപ്പം നമ്മൾ റൂമെല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ താമസവും പരിപാടിയൊന്നും ഇല്ലാതെ സെറ്റായി. അപ്പം നമ്മൾ ബാഗ് എടുക്കണം. നമ്മൾ ബാഗ് ഇത് നമ്മളിവിടെ കെട്ടിവെച്ച പരിപാടിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് 205, 207 റൂമുകളാണ് കേട്ടോ നമുക്ക് അവൈലബിളായിട്ട് കിട്ടിയത്. അപ്പോൾ 205 ഇതിലാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതാട്ടോ നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ. നമ്മൾ 205 മറ്റേ കണഞ്ചാണ്ടൻ പുളി തന്നെ 207 റൂമിലേക്കും വിട്ടു. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു റൂമാണ് നമുക്ക് കിട്ടിയേക്കുന്ന സൗകര്യങ്ങൾ. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്ന് ഫ്രഷായിട്ട് നമ്മൾ കന്യാകുമാരി ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഈ കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരി കാണാൻ ഒരു 4 അല്ല 5 സ്ഥലങ്ങൾ നമ്മൾ നെറ്റിൽ വല്ലതും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 4 അല്ല 5 സ്ഥലവും അല്ലെങ്കിൽ ഒരു 10 സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ആ ടൗണിന് റേറ്റ് ചുറ്റിപ്പറ്റിയായിരിക്കും ആ സ്ഥലങ്ങൾ മുഴുവനുള്ളത്. അപ്പോൾ നമുക്ക് സൺസെറ്റ് ആയി വരുന്നുണ്ട് സമയം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോട്ടിങ്ങും പരിപാടിയെല്ലാം നമുക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നാളത്തേക്ക് നമ്മൾ മാറ്റി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും. അവിടെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു, കാണാൻ സാധിക്കുന്നു. ഇവിടെ ആണെങ്കിൽ ആൾക്കാരും മാസ്കോ അങ്ങനെയുള്ള പരിപാടികളോ ഒന്നുമില്ല. ഇതേതോ ഒരു സ്റ്റാറ്റു ആണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ വന്നിട്ടുണ്ടാവും. ഇവിടെ സൺസെറ്റ് കാണാനൊക്കെ ആയിട്ടുള്ള ആളുകളുടെ തിരക്കാണ് അങ്ങോട്ടുള്ളത്. നമുക്ക് പോകേണ്ട എവിടെയാ? തിരിച്ചെടുത്ത് പോകാനാണ് ഇവിടുന്ന് പറയുന്നത്. ബൈക്കുകാർക്ക് പോവാം. എന്നാ പോടാ. അപ്പം ഇവിടെ ബൈക്ക് മാത്രമേ നമ്മളെ ഇവിടെ കടത്തി വിടാറുള്ളൂ കേട്ടോ. കാറുകൾ മുഴുവൻ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്.
ബൈക്കിനകത്തോട്ട് കയറി പോകാം കേട്ടോ, പ്രവേശനമുണ്ട്. എന്നാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം കൂടുതൽ കാഴ്ച. ബൈക്കുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ തോന്നും. കൊറോണയും പരിപാടി ഇവിടെ ഒന്നും ഇതില്ല. ആൾക്കാരിൽ മാസ്ക് പോലും ആൾക്കാർ വയ്ക്കണം. അപ്പം നമ്മളിവിടെ ബൈക്കൊക്കെ നമ്മളിത് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കടലും പരിപാടി കടൽ നമ്മൾ കാണാൻ. ഈ കാണുന്നതാണ് ഗാന്ധി മണ്ഡപം. ഈ ഗാന്ധി മണ്ഡപം എന്ന് പറഞ്ഞ പേര് പറയാൻ എന്നാന്നറിയില്ല. ഈ ഉപ്പ് സത്യാഗ്രഹം എവിടെയായിരുന്നു പോളിയേട്ടാ? നമ്മുടെ കൂട്ടത്തിൽ പോളിയേട്ടൻ പറഞ്ഞിരുന്നു കൂടുതൽ കാര്യങ്ങൾ. സത്യാഗ്രഹം കന്യാകുമാരിയിലല്ല. ഗാന്ധി മണ്ഡപം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ക്ലോസ്ഡാണ്, ഇവിടെ അടച്ചിട്ടേക്കുവാണ്. ഇതാണ്. അപ്പം ബിൽഡിംഗ് അത്യാവശ്യം നല്ലൊരു ഒരു ബിൽഡിംഗ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഈ സുനാമിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടി റീകൺസ്ട്രക്ഷൻ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഇതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇടയ്ക്ക് ചെറിയ മണികളായിട്ട് സൈഡുകളിൽ രണ്ടും മുകളിലൊക്കെ ആയിട്ട് പണിതേക്കുന്നത്. പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ സ്വയം വസ്ത്രം, നമ്മുടെ ചർക്ക നമുക്കിതിനകത്ത് നടുക്കായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സൺസെറ്റ് റെഡിയായി വരുന്നതേ ഉള്ളൂ. 6:10 സൺസെറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. സൺസെറ്റ് ടൈം ചോദിച്ചപ്പോഴേക്കും അപ്പോൾ നമ്മൾ കൊറോണ കാലങ്ങളിൽ ഇത്രയും കൂടുതൽ ആൾക്കൂട്ടം നമ്മുടെ നാട്ടിലങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റും പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ അതിൻ്റെ യാതൊരു ഇതുമില്ല. കാരണം ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ആളുകൾ മാസ്കിൻ്റെ ഇതാണെങ്കിലും പരിപാടിയെല്ലാം വളരെ കുറവാണ്. ഉപയോഗിക്കുന്നതാണെങ്കിലും ആൾക്കൂട്ടങ്ങളാണെങ്കിലും തിങ്ങിപ്പാർത്ത് നിൽക്കുന്നതൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടെയുള്ള ബീച്ചുകളിലൊക്കെ ഒന്നിപ്പം ഇതുപോലൊന്നും ആളുകളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. നമ്മൾ വിവേകാനന്ദ റോക്കിൽ കയറണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ വിവേകാനന്ദ പാറയിലുള്ള ബോട്ടിംഗ് സർവീസ് നിർത്തി. അത് 4 മണി വരെ നമുക്ക് ഈ വിവേകാനന്ദ പാറയിലോട്ടുള്ള ബോട്ടിങ്ങിൻ്റെ സർവീസ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. സോ നമുക്ക് ആ പ്ലാൻ നമുക്ക് നാളത്തേക്കാക്കി കേട്ടോ. പാറയും ആളുകളും അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലോ, നല്ലൊരു ആൾക്കൂട്ടം ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ മാസ്ക് വെച്ച് നമ്മൾ സുരക്ഷിതമായിട്ട് നടക്കും. ആൾക്കാർ ഇതുവഴി പോകുന്നത് കാണാം. കന്യാകുമാരി എന്ന പേര് വീഴാൻ കന്യാകുമാരിക്ക് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവത ഇവിടെ കന്യാകുമാരിയിൽ വന്നിരുന്നു. അങ്ങനെയാണ് കന്യാകുമാരിക്ക് കുമാരി എന്നുള്ള പേര് വീഴാൻ എന്നാണ് പഴയുള്ള ഐതിഹ്യങ്ങൾ ആൾക്കാർ പറയുന്നതും പണ്ട് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള പറയുന്നത്. അപ്പോൾ ആ കന്യാകുമാരിയുടെ കോവിൽ അല്ലെങ്കിൽ കന്യാകുമാരി എന്ന ദേവി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു അമ്പലം പോലെയാണ്. നമുക്കവിടെ ഫോട്ടോയും ചെറിയ രീതിയിലുള്ള ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കന്യാകുമാരി ദേവി കന്യ എന്ന് പറഞ്ഞ ദേവി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ പൂജകളും ആരാധനകളും പരിപാടി നടക്കാറുണ്ട്. അപ്പം അകത്ത് നമ്മൾ വന്ന സമയത്ത് ഒരു പൂജാരി പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വേറെ വിശേഷ ദിവസങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. അങ്ങ് ദൂരെ നോക്കുമ്പോഴത്തേക്കൊരു പള്ളി നമുക്ക് കാണുന്നില്ല.
പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടായിട്ട് നമുക്ക് നടപ്പാത കുറച്ച് ഏരിയകളിലേക്കുണ്ട്. ദേ ഒരു ബോട്ട് പോകുന്നു. അപ്പം ആ ബോട്ട് ഇവിടെ വിവേകാനന്ദപാറയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റാറ്റുവിൻ്റെ അങ്ങോട്ട് നമ്മളിപ്പം കയറ്റുന്നില്ല. വിവേകാനന്ദപാറയിലാണ് നമുക്ക് നാളെ പോകാം. ഇപ്പം ബോട്ട് സർവീസ് കഴിഞ്ഞു. അപ്പം നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ബാക്കി സൺസെറ്റ് ടൈമായി വരുന്നു. അപ്പോൾ നമുക്ക് സൺസെറ്റ് ഒന്ന് കാണാം. അതിനു മുമ്പ് നമുക്ക് സുനാമിയുടെ ഒരു ഇതുണ്ട് മേളിൽ, അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആൾക്കൂട്ടം ഭയങ്കര തിരക്കും കണ്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പൊളിയറിന് ഭയങ്കര അസൂയുണ്ട്. നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും ആളുകളും തിരക്കുകളും പരിപാടീസും കുറവാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ വഴിയോര കച്ചവടങ്ങൾ പരിപാടികൾ നമ്മുടെ ബൈക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ. അതനുസരിച്ച് ഇപ്പം വീക്കെൻഡിൻ്റെ ആയതുകൊണ്ടാണ് തിരക്ക് കൂടുതലെന്നും ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മേളിൽ സുനാമിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് നമ്മൾ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ വരുവാണ്. ഷാറൂണും കണ്ണച്ചാണ് അവിടെ ഫോട്ടോ സെക്ഷൻസ് പരിപാടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സുനാമി മോണുമെൻ്റ് എന്ന് പറഞ്ഞ. അപ്പം ആ മേളിൽ ഇവിടെ കാണുന്നതാണ് സുനാമി മോണുമെൻ്റ്. അത് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. സുനാമിയുടെ ഒരു അന്നിൻ്റെ ഒരു ഓർമ്മ പ്രതീകം പരിപാടിയായിട്ട് ചെയ്താൻ തോന്നുന്നു. ഇവിടെ ആളുകൾ തീരെ കുറവാണ്. അപ്പം കൈയും ഒരു ദീപവും എല്ലാമായിട്ടാണ് നമുക്കിവിടെ സുനാമിയുടെ ഇത് നമുക്കിവിടെ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. In memory of those who lost their lives in tsunami. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 26-ാം തീയതിയാണ്. കറക്റ്റ് പൊളിയേട്ടാ, ശ്രദ്ധിച്ചോ? 26-12 ഇന്നാ കറക്റ്റ് ഡേറ്റില്ല. അതെ, ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്ന ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം 26-ാം തീയതിയാണ്. നമ്മൾ കറക്റ്റ് സുനാമിയുടെ ഇത് വന്നു 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്തായിരുന്നു ഇവിടെ വന്നത്. കറക്റ്റ് അന്ന് അതിന് മുന്നേ നമുക്ക് വരാൻ പറ്റും. അപ്പം സുനാമിയുടെ മോണുമെൻ്റ് സ്റ്റാറ്റുവിൻ്റെ അവിടെ നമ്മൾ തൊട്ടടുത്ത് ഇവിടെ അതിൻ്റെ ശില്പം കർമ്മം നമ്മുടെ കുത്തുകല്ലിൽ പണി തീർത്ത് വെച്ചിട്ടുണ്ട്. തമിഴിലും ഉണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇരുട്ട് ആയി വരുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. പുള്ളി ഇതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാറ്റു എന്നാണ് ഇതെല്ലാം ഇവിടെ മാത്രമുള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. Swami Vivekananda, made out of from one single piece of stone, now joined black granite. The bottom is separate, and this is the first monument in Kanyakumari for Swami Vivekananda. And this monument was constructed by Sri Ramakrishna Mission in the year 1964 as a mark of respect in connection with his 100th birthday celebrations. Unfortunately, another 40 years, this was totally locked for 40 years because no voluntary was available. All are expecting salary. It is not possible here. I am a local devotee of Swami Vivekananda. I am a retired senior assistant. So last 10 years I am offering my service as a Sevavrati. I am a Sevavrati. I don't get salary. I am a Sevavrati. And one more thing, this is the first monument, second the big memorial rock. Actually, Swami did Prarthana in that rock, not here. Okay. At the age of 30, all the way from Calcutta, Swamiji came alone up to Kanyakumari by walk and without chappals. He wanted to sit on the rock for Prarthana, but in those days, there was no boat service facilities. He was absolutely a poor man, nobody helped him. So he slowly swam
across the sea and reached there. There he spent 3 days like this, continuously without food and water, thinking the past glory of our motherland India. Fortunately, the Virgin Goddess Devi Kumari Kanya gave him blessings and encouraged him to go to America for attending in the Chicago World Religious Conference. So the American government gave him respect and reward. ABILS is a service mission, non-political voluntary agency. Mainly we are working for the social awareness. High operation camp, drinking water facilities, and all over India we are running 64 higher secondary schools and 26,000 poor children are studying. അപ്പം അത്യാവശ്യമുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മൾ കന്യാകുമാരിയിൽ കണ്ടു. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ തിരക്കും പരിപാടിയൊക്കെ ഉണ്ട്. വഴി ബോളുകൾ പരിപാടീസ് എല്ലാം സൈഡിൽ നമുക്ക് കാണാം. സൺസെറ്റ് കാണാൻ പോകുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ആളുകൾ. 6:10 സൺസെറ്റിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കാണാൻ പോവുകയാണ് എല്ലാവരും. അതിൻ്റെ ഒരു തിരക്കും പരിപാടിയുണ്ട് കേട്ടോ. ആൾ കൂടുതലായതുകൊണ്ട് ഞാനും മാസ്ക് വെച്ചേക്കുണ്ട്. ഇവിടെ ഉള്ളവർ വെക്കുന്നില്ല, എന്നാലും നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. അതുകൊണ്ട് പോലീസ് വഴി നടക്കുന്ന പരിപാടി ഉണ്ടെങ്കിലും അവരും മാസ്കും പരിപാടിയൊന്നും ഇല്ല. തിരക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. നമ്മൾ സൺസെറ്റ് പോയിന്റ് സൂര്യൻ അസ്തമിച്ച് വരുന്നതേ ഉള്ളൂ. ലോങ് അപ്പോൾ താഴെ കാണുന്ന വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് നമ്മുടെ വ്യൂ ടവർ. അപ്പം സൺസെറ്റ് കാണാൻ അതിൻ്റെ മണ്ടയിൽ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചെറിയ രീതി കാണാം. നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോകാൻ പറ്റുമോ, എങ്ങനെയാണ് ആളുകൾ കയറാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. സൺസെറ്റായി വരുന്നുണ്ട് കേട്ടോ. വ്യൂ ടവറിലേക്ക് ഇതുവഴി പോകാമെന്ന് തോന്നുന്നു. വഴിയാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം ആളുകൾ ഇവിടെ വന്ന് സൺസെറ്റ് കാണാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് മുകളിൽ നമുക്ക് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും പരിപാടിയെല്ലാം സെറ്റും പരിപാടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഓടി പോയിട്ടുണ്ട്, നമ്മളിവിടുത്തെ ഉള്ളവർ തന്നെയാണ്. അവിടെ ആടിയൊക്കെ അല്ലേ. ഇതുവഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. കണഞ്ചാണ് നോക്കുന്നുണ്ട്. അതുവഴി പോവോ? നമുക്കിതുവഴി ഇതുവഴി അലിഞ്ഞു കയറുന്നു. ശരിക്കുള്ള വഴി അപ്പുറം വരാം കേട്ടോ. ശരിക്കുള്ള വഴിയും ചോദിച്ചു കയറേണ്ടതെല്ലാം ഇതുവഴിയായിരുന്നു കേട്ടോ. നമ്മളത് സൈഡ് വഴി വരും. നമുക്ക് വഴി അറിയാതുകൊണ്ട് നമ്മളിങ്ങനെ ചാടിക്കരുത്. മേളിലോട്ടാണ് വ്യൂ ടവർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്.
അപ്പോൾ ചേട്ടാ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സൺസെറ്റ് എല്ലാം പരിപാടി കഴിഞ്ഞിരിക്കും. നമുക്കിപ്പോൾ ഇത് ചുമന്ന് കിടക്കുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ അത്രയും സൈഡ് വഴി ചാടിക്കയറിയൊക്കെ വഴി അറിയാതെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് സൺസെറ്റ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് മണ്ടയിലോട്ട് വീട്ടുകാരൻ്റെ മണ്ടയിൽ കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു ഇവിടെ നിന്ന് നടക്കുവാണ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള വഴി കേട്ടോ. നമുക്ക് വഴി അറിയാനുകൊണ്ട് നമ്മൾ അപ്പുറം വഴി ചാടിക്കയറി പോകുന്നത്. നമ്മൾ ദൂരെ നിന്ന് കണ്ടായിരുന്നല്ലോ നമ്മൾ സൺസെറ്റിൻ്റെ പരിപാടികൾ. സണ്ണ് അതൊക്കെ താന്ന് വരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ടൗണിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നൈറ്റ് ലൈഫും അല്ലെങ്കിൽ നാളത്തെ പല കാഴ്ചകളും നാളത്തെ സൺറൈസും എല്ലാം നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോകൾ നമുക്ക് പതുക്കെ വെയിറ്റ് ചെയ്ത് കാണാം. ഇതിലും മനോഹരമായ കാഴ്ചകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ.